അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ശാലുക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ തലേ ദിവസത്തെ ഡ്രസ്സ് എടുക്കാൻ പോകലും പിറന്നാളിൻ്റെ അന്നത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും എല്ലാം കൂടിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. പൊന്നാരെ നമ്മളെവിടെ പോവാ? ആലപ്പുഴയ്ക്ക് പോവാണ്. നമ്മുടെ പപ്പാക്കുട്ടൻ എന്താ വന്നു? അടച്ച് ഓഫ് ചെയ്തു. ലൈറ്റ് എല്ലാം ഓഫാക്കി. ശാലുമോള ബാത്റൂമിലേക്ക് ലൈറ്റ് ഓഫ് ആക്കിയോ? ഉണ്ട്. ഞാൻ പണ്ടത്തെ സുലൂനെയാ എനിക്ക് ഓർമ്മ. ശാലുക്കുട്ടാ, ശാലുക്കുട്ടാ, രാവിലെ 8 മണിക്ക് പോകണമെന്ന് പറഞ്ഞതാ, 10 മണിയായി. അപ്പം ഞങ്ങളിതാ ചാടി വിളിക്കട്ടോ. ഇതാ ഇങ്ങോട്ട് വാ. ഞങ്ങൾ ആലപ്പുഴ ഇഹായിൽ വരെ പോവുകയാണ്. ഞങ്ങൾ പോയിട്ട് വരട്ടെ. അയ്യോ, എൻ്റെ സനുപ്പൻ വന്നപ്പോൾ എന്നെ സിയാപ്പൂനെ കാണാൻ വയ്യ. പോയിട്ട് വരട്ടെ. ഇവിടെ ഇവന് ഫോട്ടോ എടുക്കുന്നത് ഇഷ്ടമല്ല. അവനെ ഞാൻ പിടിച്ചു നിർത്തി ഫോട്ടോ എടുക്കുന്നത്. കണ്ട സിയ കയറിക്കഴിഞ്ഞ് കണ്ട. എൻ്റെ ശാലുക്കുട്ടൻ. വീട് പൂട്ടട്ടെ ഞാൻ. ഗേറ്റ് അടയ്ക്കട്ടെ. കയറിക്കോ മോള്. സൈഡ് ഒതുക്കട്ടെ. പപ്പ അപ്പുറത്തെ സൈഡിലോട്ട് വണ്ടി ഒതുക്കാൻ പറ. പോയിക്കോ, കയറിക്കോ. ഞങ്ങൾ ആലപ്പുഴ വന്നു. ആലപ്പുഴ പ്രദേശത്ത് വന്നു. പപ്പാക്ക് മീൻകറിയും ഇടിയപ്പവും, ശാലു കടലക്കറിയും ഇടിയപ്പവും, പിള്ളേർക്ക് ചിക്കനും ബീഫും വാങ്ങിച്ചു. ഞാനും കറികളെല്ലാം ഇരിക്കുമല്ലേ. അപ്പോൾ നമ്മൾ എൻ്റെ സിയൻ്റെ ഇച്ചിരി മീൻ കറിയും കഴിച്ചാൽ മോളെ. കഷ്ണം വേണ്ട. ഇച്ചിരി നമ്മൾ രണ്ടുപേരും കൂടെ എടുക്കാം. അയ്യോ, ഇത്രയും കൂടെ വേണ്ട. കുറച്ച് ഇയാളുണ്ട്. ആവോലിയ സൂപ്പർ അടി മോളെ. ആവോലി തേങ്ങാപ്പാലിൽ വറ്റിച്ചതാ കേട്ടോ. കുടംപുളിയുടെയൊക്കെ ആ ടേസ്റ്റ് ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ അവിടുന്ന് നമ്മൾ ബീച്ചിലേക്ക് തിരിയുന്ന റോഡിൽ പ്രദേശത്ത് വർഷങ്ങൾ കൊണ്ടുള്ള പണ്ട് കാലം മുതലുള്ള ഒരു വീടാണിത് കേട്ടോ. ബ്രദേഴ്സ് ഹോട്ടൽ അടിപൊളി. ഞങ്ങൾ എറണാകുളത്ത് പോയാലും ആലപ്പുഴ പോയാലും എവിടെ പോയാലും ഞങ്ങൾ ഇവിടെ വന്നാൽ ഉച്ചക്കലത്തെ ഫുഡായാലും രാത്രിയിലത്തെ ഇവിടെ അലൈസുണ്ട്, റൈബാനുണ്ട്, മഷ്റൂമുണ്ട്, കുറേ ഉണ്ട്. പക്ഷെ അതിലൊക്കെ നമ്മുടെ ഹോംലി ഫുഡാണിത്. ഇവിടുത്തെ ശരിക്കും നമ്മുടെ വീട്ടിൽ കറി വെക്കുന്ന അതേ ടേസ്റ്റ്. മൺചട്ടിക്കകത്ത് വിറകടുപ്പിൽ കറി വയ്ക്കുന്ന മീൻകറിയുടെ അതേ ടേസ്റ്റാണ്. എല്ലാം അത് തന്നെയാണ്. അപ്പം നമ്മുടെ ശാലുക്കുട്ടൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഒരു 5 ദിവസം കഴിഞ്ഞാണ് റുക്കുവിൻ്റെ ബർത്ത്ഡേയും. ഇവളുമാർ 5 ദിവസത്തെ വ്യത്യാസത്തിലാണ് ജനിച്ചത്. അപ്പോൾ ശാലുവിനും റുക്കുവിനും ഡ്രസ്സ് എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇഹയിലും പോകണം, സുഡിയോയിലും പോകണം മക്കൾക്ക് ഡ്രസ്സ് എടുക്കാൻ.
നമ്മൾ ഫുഡും ഒക്കെ കഴിച്ചിട്ട് ബ്രദേഴ്സ് ചെയ്യുന്നതായി ഇറങ്ങി അല്ല ഇഹായിലേക്ക് പോവുകയാണ്. ഇഹാ ഡിസൈൻസ്. അല്ല അല്ല, ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റൽ. മെഡിക്കൽ കോളേജ് ആയിരുന്നു, അത് ഇപ്പം ജനറൽ ആക്കിയത്. അതെ. ഇഹായിലെ സ്റ്റിച്ചിങ് സെക്ഷനാണേ. ഷാലുസേ, ഒരു കഫ്താൻ്റെ ടോപ്പ് മാത്രം തയ്പ്പിക്കുന്നതിന് 1100 രൂപയാണ്. അല്ലാതെ ചുരിദാർ ഫുള്ള് തയ്പ്പിക്കുന്നതിന് 1500. ഇഹാ ഡിസൈൻസ് ഇപ്പോൾ പടർന്ന് പന്തലിച്ചൊരു വലിയ വടവൃക്ഷം പോലായിട്ടുണ്ട്. അപ്പോൾ ആലപ്പുഴ തന്നെ ഇത് പിച്ചുവയ്യർ ജംഗ്ഷനിലാണ് ഈ ഷോപ്പുള്ളത്. ഇവർ ന്യൂഹ ആദ്യമായിട്ട് ഇഹാ ഡിസൈൻസ് ഒരു ചെറിയ ബുട്ടീക്കായിട്ട് ആലപ്പുഴ തുടങ്ങിയ കാലം മുതലുള്ള കസ്റ്റമറാണ് ഞങ്ങൾ. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ എന്തൊരു ഫംഗ്ഷൻ വന്നാലും നമ്മൾ ഡിസൈൻ ചെയ്യിപ്പിക്കുന്നത് ഇവരുടെ കടയിൽ നിന്ന്. അന്ന് സാരികളായിരുന്നു കൂടുതലായിട്ട്, ലെഹങ്കയും സാരികളും ഒക്കെ ആയിരുന്നു. ആ കാലം മുതലേ ന്യൂഹ കടയിൽ സ്ഥിരം ഇരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ചെറിയൊരു കുഞ്ഞു കട. ആ കടയിൽ സ്ഥിരമായി സാധനം എടുത്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് നമ്മൾ. ഇപ്പോഴും ഇവിടെ വന്നപ്പോൾ ഇപ്പോഴും അത് തന്നെ. തിരുവാമ്പാടിയിലുള്ള കടയിലും നമ്മൾ സ്ഥിരം കസ്റ്റമേഴ്സ് ആയിരുന്നേ. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ എറണാകുളത്ത് നുവാര സ്റ്റിച്ചിങ് യൂണിറ്റ്, ഹോൾസെയിൽ യൂണിറ്റ് തന്നെ അവർക്ക് അവിടെ ഉണ്ട്. അപ്പോൾ ശാലുവും റുക്കും നേരം വെളുത്താൽ ന്യൂഹാട വീഡിയോ കാണുക, ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുക. ഇവിടെയുള്ള മിക്ക സാധനങ്ങളും ഇവളുമാരുടെ കയ്യിലുണ്ട്. എന്തേ ഇട്ട് നോക്കണം, ഇട്ട് നോക്കാതെ പറയാൻ പറ്റത്തില്ല. ആ ഇട്ട് നോക്കിയിട്ട് വാ. അപ്പോൾ നമ്മളൊരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് 2-2:30 ആയി. എല്ലാം എടുത്തു. ശാലുവിനും റുക്കുവിനും എല്ലാം ഡ്രസ്സ് എടുത്തു. മനസ്സിന് തൃപ്തിയായത് തന്നെയാണ് എടുത്തിട്ട് വന്നത്. മാം കൊച്ചിയിലാണ്, ന്യൂവാര അവിടെ എറണാകുളം. അതെ മാം, ഇപ്പം ന്യൂവാറയിൽ എറണാകുളം കൊച്ചിയിൽ വന്ന് സ്റ്റുഡിയോയിൽ കയറി. ഇവിടെ ഡ്രസ്സ് സിയായ്ക്കും സനിക്കുട്ടൻ്റെ കണ്ട് ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ സിയായ്ക്ക് എടുത്തത്. സിയായ്ക്ക് കുറേ എടുത്ത്, അപ്പോൾ ഇട്ട് നോക്കി കറക്റ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണേ. ഇതേ താഴെ പോയി മോളെ ഒന്ന്. നമ്മൾ എത്ര ഉണ്ടെങ്കിലും കാണുമ്പോൾ അങ്ങ് എടുത്തു പോകും. കുട്ടികളുടെ ഡ്രസ്സാകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ. സ്റ്റുഡിയോയിൽ ഇഷ്ടംപോലെ സെലക്ഷൻ ഉണ്ട്. ആലപ്പുഴ സ്റ്റുഡിയോ ആണിത് കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് കിടക്കുകയാണ്, കടൽ പോലെ. അങ്ങനെ ഇഹായിലും സ്റ്റുഡിയോയിലും എല്ലാം കയറി ഞങ്ങൾ വൈകുന്നേരത്തോടെ വീട്ടിലെത്തി. മോനെ വണ്ടിയെ ചെന്നിരിക്കരുത്, ഇങ്ങോട്ട് ഇറങ്ങ്. അൻസർ മോന് ശാലു അറിയാതെ ഒരു സംഭവം കൊടുത്ത് വിട്ടതാണ് കേട്ടോ. ശാലുവിനെ വിളിക്കട്ടെ, ശാലിനെ വിളിക്കട്ടെ മോളെ. അറിഞ്ഞിട്ടേ ഇല്ല കേട്ടോ. ഞാൻ പതുക്കെ ഇറങ്ങി വെളിയിൽ നിൽക്കാൻ. ശാലുട്ടാ, ശാലു കയറി വാ മോളെ. അൻസർ മോൻ എന്നെ വിളിച്ച് പറഞ്ഞു, ഉമ്മി ഒരാൾ വരുന്നുണ്ട്, ഉമ്മി വാതുക്കലോട്ടൊന്ന് നിൽക്കാൻ പറഞ്ഞേ. ശാലു ആ പപ്പായ അങ്ങോട്ട് മാറിക്കോ, ഫ്രണ്ടിൽ നിന്ന് മാറിക്കോ മോനെ. മോൻ ഇവിടെ ഇരി. അൻസർ മോനെ, ശാലുവിന് ഒരു സൂചനയും കൊടുത്തില്ല കേട്ടോ മോനെ. ഇങ്ങോട്ട് കാണിച്ചേ ബൊക്കെ. ആ എന്നെ കുറെ സമയം കൊണ്ട് വിളിച്ചതൊക്കെ അതിനാ. ഞാൻ അതിന് പുറത്തിറങ്ങി നിൽക്കുക. പപ്പ വിളിച്ച് വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നീ പുറത്തോട്ട് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞിട്ട്. മാഷാല്ലാ, ഇനിയുണ്ട്, തീർന്നിട്ടില്ല. മോനെ ആ സൈഡിൽ പോയിന്നില്ല, അപ്പുറത്ത് പോയിന്നില്ലേ. ഗാലക്സി ഡ്രസ്സൊക്കെ മാറി ഓരോന്ന് മാറി ഇട്ട് കാണിക്കാൻ പറഞ്ഞ അൻസർ മോൻ അവിടെ ഇരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഓരോ ഡ്രസ്സ് ഇന്നലെ ഞങ്ങൾ ആലപ്പുഴ പോയി എടുത്തല്ലോ.
അതെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ കാണിക്കുക. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇതായിരുന്നു പരിപാടി, ഇവൾ അറിയുന്നില്ല. വിളിച്ചോണ്ടിരിക്കുക ഹസ്ബൻഡ്. മോളെ വീടെവിടെയാടാ? വീടെവിടെ? അമ്പലപ്പുഴയിൽ നിന്ന് വരുവാണോ? അല്ല നില്ല, ഞാൻ ചായ ഇടട്ടെ മോനെ. മാഷാ ഞാൻ ചായ ഇടട്ടെ കേട്ടോ മോളെ. മാഷാ അല്ലാ. ഞാൻ തിരിച്ചു കാണിക്കും മോളെ. സൂപ്പറായിട്ടുണ്ട്. ഇതാണ് ഞാൻ സ്റ്റോറി ഇട്ട ഫോട്ടോ. ഫസ്റ്റ് ഫോട്ടോ മിഡിലൊന്ന്. താങ്ക് യു. ഇവിടെ ഓർഡർ ചെയ്ത ആള്. ഇതൊക്കെ എപ്പോഴായിരുന്നു ഇതൊക്കെ ഒപ്പിച്ചത്? അതെന്താ കേക്കാണോ മോളെ? അല്ലോ ഞങ്ങളും. താങ്ക് യു സോ മച്ച്. ചായ ചായ ഇടട്ടെ മോളെ. ചായ കുടിച്ച് മക്കളെ. അമ്പലപ്പുഴ എവിടെ വീട്? പ്രോപ്പർ അമ്പലപ്പുഴ തന്നെ. ജാസ്മിൻ കേക്ക് ഉണ്ടാക്കുവോ? അത് ശരി. ഹോം ബേക്കറാ? ആ മക്കളാ. എനിക്കിന്ന് രാവിലെ ഓർഡർ വന്നത്. അത് ശരി. ഗിഫ്റ്റ് വിത്തിന് വേറെ ടീമാണ്. അവർക്ക് ഡിസ്റ്റൻസ് വൈസ് ആയിട്ട് ഞാനാ ചെയ്യുന്നത്. എപ്പോഴാ വരുന്നതൊക്കെ ഓർഡറൊക്കെ ഞാൻ തന്നെ അങ്ങനെ വരുന്ന നമ്മുടെ ഇത്. ഇതിപ്പോ അൻസർ മോനെ ഇവളോട് ഓരോ ഡ്രസ്സുകൾ ഇട്ട് കാണിക്ക്. അങ്ങ് പോയിട്ട് തിരിച്ചു വരുവാന്നോ മോളെ? ഞാനിവിടെ വാതുക്കെ നിപ്പുണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ കടന്നുപോയി. അറിഞ്ഞൂടാ. അത് സാരമില്ല. ഒരു 5 മിനിറ്റ് ഇരുന്നാൽ ഞാൻ ചായ ഇട്ട് തന്നിട്ട് വിടാം. കുടിക്കത്തില്ല. ആണോ? ഇത് മൂത്ത മോള്, അതെ 2 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ. ആണോ? മൂത്ത മോള് പറയൂ നിങ്ങളുടെ അല്ല, എന്നാലും ആൾക്കാരൊക്കെ ഇത് കണ്ടിട്ടാവുമ്പോ ആൾക്കാർ. ജാസ്മിൻ ബേക്സ് അമ്പലപ്പുഴയാണ് കേട്ടോ. ഓ അതാ. അതെ അതെ. മോനെ അത് 2 മിഠായി എടുത്തത് നിങ്ങൾക്ക് കൊടുക്കട്ടെ പിള്ളേർക്ക്. സജീസ് ഹോം കഫേ. അടിച്ചു നോക്കൂ, കാണാം. മോനൂട്ട റാഫല്ലോ അവിടെ ഇരിപ്പുണ്ട്. 2-3 എണ്ണം എടുത്തുകൊണ്ട് വന്ന് കൊടുക്കടാ. അവിടെ മിഠായി ഉണ്ട് അവിടെ. ഉമ്മി കിടക്കുന്ന അതിൻ്റെ ഇപ്പുറത്തായിട്ടൊരു ബോക്സിൽ. കുഴപ്പമില്ല. അത് ശരി. അവരുടെ കൈ കൊടുക്കുക. ആയിത്താടെ കൊടുക്ക്. ആയിത്ത പിള്ളേർക്കൂടെ കൊടുക്കും. അങ്ങനെ ഇനി എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് നമ്പരും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ച് അവരിതാ യാത്രയാവുകയാണ്. ശാലു അറിയാതെ അവളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞാനും പപ്പായും കൂടി വേറെ കേക്കിന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അൻസർ മോനും കൊടുത്തു വിട്ടു. അപ്പോൾ പിന്നെ സാരമില്ല, എല്ലാവർക്കും കുറേശ്ശെ മുറിച്ച് കൊടുക്കാമല്ലോ. അങ്ങനെ താണ്ട ശാലുക്കുട്ടൻ അൻസർ മോൻ കൊടുത്തു വിട്ട ഗിഫ്റ്റുകളൊക്കെ ഒന്ന് നോക്കുകയാണ്.
മോതിരം ഒരാളിൻ്റെ കയ്യിൽ തലേ ദിവസമേ കൊടുത്തു വിട്ടിരുന്നു. അപ്പോൾ അതും കിട്ടിയിട്ടുണ്ട്. ആകെപ്പാട് എന്താ പറയുന്നത്, ഗിഫ്റ്റുകളുടെ ഒരു പ്രളയം. റുക്കുവിൻ്റെ കണക്ക് വേറെ കുറേ പോസ്റ്റ് വഴിയും അല്ലാതെ ഇതുപോലെ വീട്ടിലെത്തിക്കുന്നവരുടെ കയ്യിലും ഒക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട്. അല്ലാഹു ദീർഘായുസ്സും ആരോഗ്യവും കൊടുക്കട്ടെ. അയ്യോ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഷവർമ ഹൗസിൽ നിന്നപ്പോൾ എടുത്തത്. ഇത് കുക്ക് ബുക്കില്, ഇത് ഫ്രീസാലയില്, ഓരോ കട ഞങ്ങളുടെ വീട്ടില്. ഇന്ന് ഈ ഫോട്ടോ ഞാൻ സ്റ്റാറ്റസ് ഇട്ടത്. അത് ശരി. എടുക്കണേ. നേരം വന്ന് നിന്നോ? ആണോ? ഞാനേ ഫോൺ അപ്പുറത്ത് കുത്തിയിട്ടിരിക്കുവായിരുന്നു. ഇക്കാട്ട് എഴുന്നേറ്റിട്ടും ഇല്ല. ഇന്ന് കുഞ്ഞുങ്ങളെ വിടുന്നില്ലെന്ന് വെച്ചാൽ അവിടെ ബർത്ത്ഡേ അല്ലേ, അപ്പൊ അതുകൊണ്ട് എന്താ ഇന്ന് വിടണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അല്ലെങ്കിൽ എപ്പോഴേ ഉള്ള, ഞാൻ 6 മണിയാകുമ്പോഴേ അല്ലെങ്കിൽ എല്ലാ ജോലികളും ഒതുക്കുന്ന. എന്നിട്ട് ഇപ്പൊ ഞാനേ ആദ്യം വന്ന് നോക്കിയപ്പോ എനിക്ക് എഴുന്നേറ്റിട്ടോ, എന്നാ ഇച്ചിരിയുടെ കിടക്കാമെന്നും പറഞ്ഞ പിന്നെയും കിടന്ന. മഴ കയറുന്ന എന്നായോ ഇച്ചിരിയുടെ കിടക്ക, തണുപ്പുണ്ടല്ലോ. അതിൻ്റെ ഇടയ്ക്ക് പിള്ളേര് AC ഇടാതെ കിടക്കത്തില്ല. അതിന് ഇന്നലെ എന്നെ അപ്പുറത്തോട്ട് വിട്ടില്ല. അനുകുട്ടൻ എന്നെ കെട്ടിപ്പിടിച്ച് കിടക്ക്. അത് മൊത്തം അഴുക്ക്. അപ്പൊ പിന്നെ അതൊന്ന് കഴുകട്ടെ. കഴുകി വൃത്തിയാക്കി വെച്ച് ചെയ്യാന്ന് വെച്ചിട്ട് മസാല അടിച്ച് ചപ്പാത്തിയും റെഡിയാക്കി. മുട്ട പപ്പാടത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. സേമിയ രാവിലെ സേമിയ ബാംബിനോ വെർമസില്ലി ഓടിച്ചോടിച്ചിടുകയാണ്. എന്തെടുക്കാൻ പോവോ? പായസം വയ്ക്കാനാണ്? ഉപ്പുമാവ് ഉണ്ടാക്കാനാ? അയ്യോ വിളഞ്ഞു പോയില്ലയോ. എനിക്ക് ഈ ബാമ്പിനോ അല്ലാതെ എനിക്ക് തൃപ്തിയില്ലടാ. വേറെ ഏതെടുത്താലും അതിന് ഞാൻ മോറി കയറിയിട്ട് മേടിച്ചില്ല. ഞാൻ പറഞ്ഞു എനിക്കിത് ഇഷ്ടമാ, എനിക്ക് ഭയങ്കര ഇഷ്ടമാ. പിന്നെ മോറിൽ കയറി ഞാൻ പിള്ളേർക്ക് കുറെ സാധനമൊക്കെ മേടിക്കാൻ കയറി, അപ്പോഴും ഇതില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട, ഇന്നലെ വേറെ ഇത് മേടിച്ചത്. പിന്നെ നമ്മുടെതാ സാഗോസീഡ്, നമ്മുടെ എന്തോ പറയുന്നത്, ചവ്വരി. ഇത്ര പൊടി ചവ്വരി ഇവിടെ കിട്ടത്തില്ല, ഞാൻ ഇവിടെ കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ ഇച്ചിരി വലിപ്പമുള്ളതല്ലേ, ഇത് തീരെ പൊടി. ഇവിടെ ബാംഗ്ലൂരുണ്ടോ? ഞാൻ ഇവിടെ കണ്ടിട്ടില്ല കേട്ടോ. ഇച്ചിരി വലിപ്പമുള്ളതേ നമുക്ക് ഇവിടെ ചവ്വരി. ഇത് തീരെ പൊടി, അത് കണ്ണിലിട്ടാ കരികരിക്കുന്ന സൈസ്. ഞാൻ വാങ്ങി. അപ്പോൾ സുലു എന്നെ കളിയാക്കുകയും ചെയ്തു ഇത് വാങ്ങിച്ചപ്പം. സുലു പറഞ്ഞ അയ്യോ കഷ്ടം, നാട്ടിലെങ്ങും കിട്ടത്തില്ല ചവ്വരി. ഞാൻ പറയാടാ ഈ ചവ്വരി ഇല്ലടാ, പൊടി പൊടി പൊടി. രാവിലെ ഒരു മാങ്ങ ഒക്കെ കിട്ടിയുണ്ട്. നമ്മുടെ സേമിയ ഒടിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. പായസവും കൂടെ വെച്ചാൽ ശാലമ്മയുടെ ബർത്ത്ഡേ ഇല്ലയോ? സാളുക്കുട്ടൻ്റെ ബർത്ത്ഡേ, സാളമ്മയുടെ ബർത്ത്ഡേ. നമ്മുടെ പായസത്തിൻ്റെ പരിപാടിയിലേക്ക് പോവുകയാണ്. നമ്മുടെ ഉമ്മക്കുട്ടി അങ്ങനെ നെയ്യ് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മതിയടാ. പിന്നെ വേണേരം അത് വറുത്തിട്ട് ഇതും വറുക്കണം, അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുക്കണമല്ലോ. അതാ നമ്മൾ അങ്ങോട്ട് നെയ്യ് ഒഴിച്ച് അങ്ങോട്ട് ചൂടായി ഇടട്ടെ, ചൂടാവട്ടെ. അപ്പം അണ്ടിപ്പരിപ്പ് ശാലു പ്രത്യേകം വന്ന് പറഞ്ഞു, ഉമ്മി ഒരുപാട് മുന്തിരിങ്ങ വാരിയിടല്ലേ എന്ന്. അവൾക്ക് കണ്ടുകൂടാ മുന്തിരിങ്ങ. ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയ മുന്തിരിങ്ങയാണെന്ന്. ഞാൻ പിന്നെ മുന്തിരിങ്ങ വേവിച്ച് ഉണക്കിയെടുത്തതാണ്. കണ്ടോ ഉമ്മ പറയും. നമ്മുടെ മുന്തിരി കണ്ടോ? നല്ല സൂപ്പർ സ്റ്റാർ മുന്തിരി, കഴുകി റെഡിയാക്കി ഉണക്കിയ. നമ്മുടെ അണ്ടിപ്പരിപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. നമ്മുടെ
മതിയല്ലേ മൂത്തത്? പോരാൻ പോവാം. നീ തവി അങ്ങ് മാറ്റി. മുന്തിരി കൂടി അങ്ങോട്ട് ഇട്ടു. ശാലുവിന് ഇഷ്ടമല്ല കേട്ടല്ലേ, ഞാൻ കുറച്ചും കൂടി ഇട്ടേനെ. എനിക്കിഷ്ടമാണ് ഇതിലെ മുന്തിരി അണ്ടിപ്പരിപ്പുവാ ഞാൻ തിരഞ്ഞ്. അതും ബിരിയാണിക്കകത്തായാലും നെയ്ച്ചോറിനകത്തായാലും ഇങ്ങനെ വറുത്തിടുന്ന മുന്തിരിയും അണ്ടിപ്പരിപ്പും ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പോരാ അന്നത് കളയാതെ ഉണക്കി വെച്ചിട്ടാണേ നമ്മൾ കടയിൽ നിന്ന് മേടിക്കണമായിരുന്നല്ലേ, ഇല്ലയോ? ഒരു സാധനവും നമ്മൾ കളയാതെ അത് വേണ്ട രീതിയിൽ ഉപകാരപ്പെടുത്തി എടുക്കുകയാണെങ്കിൽ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് വെച്ച് ഇനി നമ്മൾ ഇതൊന്നിച്ചങ്ങിടാവുന്നാവുമേ. അതോ രണ്ടായിട്ടിടണോ ഓടി? നിങ്ങളിതാ നമ്മുടെ സേമിയ കൂടി അങ്ങ് വറുക്കുക. അതിന് ഇത് വേണോ? വേണ്ടല്ലോ, അത് മതിയല്ലോ. നെയ്യ് അത് മതിയല്ലോ, ധാരാളം. ചട്ടിക്ക് നല്ല ചൂടല്ലേ, നമുക്ക് ഇതങ്ങ് പോരാ. നല്ല പാകത്തിന് മൂത്തിട്ടുണ്ട്. നമ്മുടെ സേമിയ മൊത്തം കോരി എന്നിട്ട് ചവ്വരി ഇടാൻ പോവാം. മതി, ധാരാളം. ചവ്വരി ഒന്ന് തീ വറക്കും ഊമേ. ചവ്വരി ഒന്ന് വറക്കുകയാണ് കേട്ടോ. കുഞ്ഞു ചവ്വരിയോ, പൊടി ചവ്വരി മതിയോമേ? ഒത്തിരി കാണും. വറുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വെച്ചിട്ട് എളുപ്പമാണ്. ഇവിടെ കാണിച്ചു തരാം. ഇത് കണ്ടോ, കുഞ്ഞു പൊടി 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 പൊടിയായിട്ട്, അതായത് കുഞ്ഞു മീനിൻ്റെ കണ്ണില്ലേ അതുപോലത്തെയാ. മതിയോ മേ? വേണോ ഇടിച്ചൂടാ? മതിയോ? വേണേ ഇടാം. എന്തെടുക്കാനായത് പിന്നെ വെച്ചിരുന്നത്? ചവ്വരി നെയ്ക്കകത്ത് വറുത്തിട്ട് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ച് ദിവസം വെക്കുന്ന ആളിനെ കൂടെ ഒന്ന് കണ്ടോ. ഓ, എന്നാലോ നമ്മൾ ചവ്വരി ഒന്ന് വേവിക്കാൻ പോവാം. അവിടെ കിടന്ന് ചവ്വരിക്കുട്ടനൊന്ന് വേവട്ടെ. സ്റ്റൂള് പാക്കിങ്ങിൻ്റെ അതിനപ്പുറത്ത് കൊണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം വറുത്ത് വെച്ചു. പാല് റെഡിയാക്കി. നമ്മുടെ മൂടി വെക്കണോ ഇച്ചിരി? വേണ്ട, കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുത്തേ. ചവ്വരി ഇതാ നല്ലതായിട്ട് വെന്ത്. ഇച്ചിരി കൂടെ വരണ്ടേടാ, വെന്തല്ലേ? സേമിയയും കൂടെ ഇട്ട് ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ പാലൊഴിക്കണ്ടേ? നമ്മുടെ സേമിയ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണേ. പാലത്ത് വെള്ളം ആവശ്യത്തിന്. നമ്മുടെ സേമിയ ഏതാണ്ട റെഡിയായി, വെന്തു. പാലെല്ലാം ഒഴിച്ചു റെഡിയായിട്ടുണ്ടേ. നമ്മുടെ ചവ്വരിയും സേമിയായും പാലും എല്ലാം തിളച്ച് റെഡിയായി. നമ്മളിതാ മിൽക്ക് മെയ്ഡ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഉമയുടെ ഫോൺ അടിക്കുന്നടി. ശാലുവിന് സേമിയ പായസമാണ് ഇഷ്ടം, അതുകൊണ്ടാണ് സേമിയ വയ്ക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ സുലുവിന് അടപ്രഥമനുമാണ് ഇഷ്ടം. രണ്ടുപേർക്കും രണ്ട് ടേസ്റ്റാണ്. അവളുടെ ബർത്ത്ഡേ വന്നാലും അവൻ്റെ ബർത്ത്ഡേ വന്നാലും ഞാൻ രണ്ടും ഉണ്ടാക്കേണ്ടതായിരുന്നു പണ്ട്, ഇല്ലയോ ശാലു? അവളുടെ ബർത്ത്ഡേ വന്നാൽ അവൾക്ക് പിന്നെ സേമിയ പായസം ഉണ്ടാക്കും, അവന് പിന്നെ അടപ്രഥമനും ഉണ്ടാക്കും. അവൻ്റെ ബർത്ത്ഡേ വന്നാൽ അവൻ അടപ്രഥമനും ഉണ്ടാക്കും, ഇവക്ക് സ്പെഷ്യലായിട്ട് ഞാൻ സേമിയായും ഉണ്ടാക്കും. അങ്ങനെ ആയിരുന്നു ജീവിതം.
ഇപ്പോഴത്തെ ഇവളുമാരൊക്കെ ഇതുപോലെ കഷ്ടപ്പെടുവോ? പെടുവോടി? നമ്മളൊക്കെ കഴിഞ്ഞു പോയ ഈ ഒരു തലമുറയും നമ്മുടെ മാതാപിതാക്കളും ഒക്കെ ഉള്ളായിരുന്നു. ഇവളുമാരൊക്കെ ഇതുപോലെ അവർ ഓരോ മക്കളുടെ ഇഷ്ടത്തിനൊക്കെ ചെയ്തു കൊടുക്കത്തില്ല. വേണേ കഴിച്ചിട്ട് പോന്ന് പറയും. ഇല്ല, സത്യസന്ധമായിട്ട് പറഞ്ഞേ ശാലു. അതെന്ന് ശാലു തന്നെ സമ്മതിക്കുന്നു. അപ്പം നമ്മുടെ ഉമ്മയ്ക്ക് വേണ്ട ഫോണ് വന്ന് അങ്ങോട്ട് പോയതാ. നമ്മുടെ സേമിയ ഞാൻ വന്നു. അത് പിടിച്ചിട്ട് ഇവിടെ വെള്ളം വെച്ച് ചൂടുവെള്ളം ഒഴിച്ച് കലക്കി ഒഴിയില്ല മനെ. ശകലം ചൂടുവെള്ളം അതിലോട്ട് ഒഴിച്ചിട്ട് കലക്കി അങ്ങ് ഒഴിക്കും. പിന്നെ ആവശ്യത്തിന് പിന്നെ മധുരം ഇട്ടാൽ മതിയല്ലോ. എൻ്റെ പുറത്തൊക്കെ ഉണ്ട് അടിച്ച്. നമ്മുടെ മിക്സിയുടെ ചെറിയ ചെറിയ ഇതിലെല്ലാം നമ്മൾ പെരിഞ്ജീരകവും ഇതുമൊക്കെ ചതച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് ആ മണം വരത്തില്ലേ. അപ്പം അതിന് ഞാൻ ഏലക്കായും ഒരല്പം പഞ്ചസാരയും കൂടെ ഇതിലോട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്ത് അതിലിട്ട് നമ്മുടെ ഈ ശാലിന് ഇഷ്ടമില്ലാത്തതുണ്ടോ കുറച്ചിട്ടത്. എൻ്റെ പൊന്നുമ്മേ, ഇവരുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ വരുമ്പോൾ ഞാൻ കട്ട കളിക്കും. തേങ്ങാപ്പാലിൻ്റെ അകത്താ സുലുവിനും ഈ അടപ്രഥമന് ഇഷ്ടം. അതിനെത്ര തേങ്ങ തിരുമോന്ന് പറഞ്ഞു. അവൻ അടപ്രഥമനും വയ്ക്കും, ഇവക്ക് ഇതും വയ്ക്കും. ഇവക്ക് സേമിയ ഇഷ്ടം. അട കുടിക്കും, എന്നാലും അത്രയ്ക്ക് തൃപ്തിയല്ല. അത്ര തൃപ്തിയല്ല. നമ്മുടെ ഒഴിച്ച വെള്ളം ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചോ, കാരണം ഇരുന്ന് കുറുകു വന്നു. നല്ല തിളപ്പിച്ച് വെച്ചിരിക്കുകയാണ്, വെട്ടിത്തിളച്ച വെള്ളമാണ്. അതും കൂടെ ഉമ്മപിടിയടി. അതാ നമ്മുടെ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇരുന്ന് കുറുകുന്നത് കൊണ്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു ഞങ്ങൾ മൂടി വെക്കുകയാണ്. അവിടെ ഇരുന്ന് അങ്ങ് കുറുകും. ഞങ്ങൾ പുറത്തോട്ട് പോവാണ്. ഇന്ന് പുറത്താണ് ഫുഡ്. തേങ്ങ എടുത്തുകൊണ്ട് വരട്ടെ. പറ്റും കൊള്ള ഇരിക്കും തോറും കുറുകുന്ന സേമിയ പായസം ഒരു കാര്യം ഇരിക്കും തോറും കുറുകും. അതും പ്രത്യേകിച്ച് നമ്മൾ ചവ്വരി ചേർത്തിട്ടില്ലേ. മുടിയുണ്ട് മുടി. കൊള്ളാശാല് കുടിച്ചു ഒഴിച്ചിനെടുത്തോ, ചൂടോടെ എടുത്തോണ്ട് വെച്ചു. ഇറങ്ങുന്ന ഓക്കെ. അപ്പം ഞങ്ങളുടെ സേമിയ പായസം എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചിട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന് അല്ലയോ. ഇതാണ്ട് അപ്പുറത്ത് വെളി കസേരയിൽ വെട്ടോത്തിയൊക്കെ അവിടെ ഉണ്ടല്ലോ. പക്ഷെ തേങ്ങ അങ്ങ് തിരുമ്മി വെച്ചിട്ട് പോവാം. ഞാനും ഇച്ചിരി കുടിക്കട്ടെ ചൂടോടെ. അപ്പം ചൂടോടെ ഒന്ന് ഉപ്പ് നോക്കാം. ഒരുപാട് കൊഴുകൊഴാന്നിരുന്നാൽ കൊള്ളത്തില്ല. ചൂടാണ്, ഒന്ന് കലക്കട്ടെ. നമ്മുടെ ചവ്വരി കണ്ടോ, കുഞ്ഞ് തീരെ പൊടിയാ കണ്ടോ, കാണാവോ ഇതിൻ്റെ അകത്ത്? എന്താ സിയാ, ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശാലിക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ്. ഞങ്ങൾ പുറത്തേക്കൊന്ന് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. ഇങ്ങോട്ട് നോക്കിയേ സിയ ഒരുങ്ങിയിട്ടില്ല, കണ്ണെഴുതിയിട്ടില്ല, തലമുടി കെട്ടിയിട്ടില്ല, ബാഗും ഒക്കെ ഇട്ടങ്ങ് റെഡിയായി ഇറങ്ങാനൊക്കെ ഒരുങ്ങുക. കണ്ണാടാ ചിയപ്പൂൻ്റെ കണ്ണ് എഴുതുക. പൊന്നാ ആ കിട്ടിയ ആ നൂറിനേ പൊന്ന മോനെ എന്നാ ഇങ്ങോട്ടങ്ങ് വിരിച്ചേരാ. മഴ പൊടിക്കും. ആ കസേരയിലോട്ട് വെച്ചേച്ച് അല്ലെങ്കിൽ പാടല്ലേ. ഞങ്ങൾ പുറത്തോട്ട് പോവാം. അപ്പോൾ പിന്നെ മഴയത്ത് കിടന്ന് നനയത്തില്ലേ. അപ്പോൾ പിന്നെ അതിലോട്ടങ്ങ് വിരിച്ചാൽ മതി. വെള്ള പോലുള്ളതൊക്കെ അതെ ഇതിൻ്റെ പുറത്തോട്ട്, ആ ഡ്രസ്സിൻ്റെ പുറത്തോട്ടങ്ങ് വിരിച്ചാലേ അയല അഴുക്ക് പറ്റത്തില്ല. ഈ ബസ്സൊക്കെ പോകുന്നതുകൊണ്ടേ പൊടി കാണും. നല്ല മഴക്കോളുണ്ട്. അപ്പോൾ പിന്നെ നമ്മളിത് വെളിയിൽ ഇട്ടേച്ച് പോയാൽ ഇടങ്ങേറാ. കോട്ടൺ മുക്കിയതാ എല്ലാം.
ആ അങ്ങനെയുള്ളതൊക്കെ അതിൻ്റെ പുറത്ത് വിരിച്ചാലേ അഴുക്ക് പറ്റത്തില്ല. ഉമ്മയമ്മയുടെ പറ്റാ കേട്ടോ, ഉമ്മയമ്മയായിട്ട് ഭയങ്കര കൂട്ടാ. നിൽക്കും ഉമ്മിയെ നോക്കി കഴിഞ്ഞിട്ട് വാതടച്ച് വെച്ചിട്ടാണ് ഞാൻ അന്ന് ചിരിച്ചു നിന്നേ. ജിയ എത്തിയോ? ഞങ്ങൾ ഇറങ്ങാൻ തയ്യാറായി എല്ലാം ഒരുങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാ ഒരു ഗിഫ്റ്റ് എന്തോ ഒരു കൊറിയർ ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ് സംഭവം എന്നറിയില്ല. ഇങ്ങോട്ട് ശാലു ഉമ്മഞ്ഞു വാ വന്ന് വേണ്ട അവരാണ് വരുന്നത് കേട്ടോ. അതെ അതെ പോയി ചെരുപ്പടി ചെയ്യാ. അവരാണ് വരുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു കേക്കാണെന്ന് തോന്നുന്നു. ഇന്നത്തെ കേക്കും കൂടെ എന്ത് ചെയ്യും? വാ ഒരു പിടിയില്ല. പോവാണോ? വെള്ളം കുടിച്ചിട്ട് ആണോ? ഇതെവിടെയാ നിങ്ങളുടെ സ്ഥലം? എവിടെയാ? മണിമല. ശരി. എന്താണെന്നറിയില്ല, വന്നിട്ട് നോക്കാം. ചോക്ലേറ്റ്സ്, ഇറങ്ങാം. ബാ വീട് പോട്ട് മോൻ ചെരുപ്പിട്. ആഹാ പിന്നെന്ത് വേണോ? എനിക്ക് തോന്നുന്നു അതോ അൻസർ മോനായിരിക്കും. എന്തായാലും സൗദി നിന്നായിരിക്കും, അല്ലാതെ ആര് തരാനാ? കേറ് വണ്ടിയെ കയറി എളുപ്പമാട്ടെ. ഇതും മമ്മക്ക ഇപ്പൊ കൊണ്ടുവന്ന മോളെ ആരാണെന്ന് അറിയില്ല. അത് പൊട്ടിച്ച് നോക്കുമ്പോ അറിയാം ആരാണെന്നുള്ളത്. ആ കയറിക്കോ, വണ്ടിക്കകത്തോട്ട് കയറിക്കോ എല്ലാരും. അതങ്ങ് അകത്തോട്ട് വെച്ചേച്ച് മോള് കയറി, ഞാൻ കഥവ് പൂട്ടിക്കോളാം. ഉമ്മക്കുട്ടി പുറകോട്ട് കയറിക്കോടി, ഒരാളെ മടിയിലോട്ട് ഇരുത്തിക്കോ. എളുപ്പം വന്ന് വണ്ടിയെ കയറി. പപ്പ അതേ വണ്ടി ഇറക്കി. ആ ഞാൻ പൂട്ടിക്കോളാം, പോയി കയറിക്കോ. ഞങ്ങള് നമ്മുടെ ശാരമ്മയുടെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങള് പുറത്തോട്ടൊന്ന് പോവുക. നമ്മുടെ ഉമ്മമോളുണ്ട്, ഞങ്ങൾ ഇത്രയും പേര് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അധികം ആരോടും പറഞ്ഞില്ല. ആ ഫ്രണ്ടി മമ്മ ഉണ്ട്, പിന്നെ പാപ്പ ഉണ്ട്. ഇവിടെ ഇങ്ങോട്ട് എൻ്റെ മോന് ഉമ്മയുടെ മുഖം കാണാൻ വയ്യ. അയ്യോ മോൾ ഇങ്ങോട്ട് ആ കാണാം. അപ്പം നമ്മൾ കായംകുളത്ത് ONK ജംഗ്ഷനിൽ നിന്ന് കിഴക്കോട്ട് പോകുന്നിടത്ത് വാരിയലിൻ്റെ ഒരു മന്തിക്കടയുണ്ട്. അടിപൊളി വാരിയല് മന്തിയാണ്. പോത്തിൻ്റെ വാരിയല് വെച്ചിട്ട് അത് പൊടിയാതെ നല്ല വെണ്ണ പോലെ വേവിച്ചതിൻ്റെ മസാല പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എല്ലാവരും ഇറങ്ങുന്നു. നമ്മൾ ദാണ്ട അന്നാസിലെത്തിയിട്ടുണ്ട്. പോയിക്കോ, ഫ്രണ്ടിലോട്ട് പൊക്കോ മോനെ, അങ്ങോട്ട് പൊക്കോ. പപ്പ കയറിയോ? ഇല്ലല്ലേ, പോ സിയ. നമ്മൾ അന്നാസിലെത്തി. സനു ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മുടെ ശാലുവിൻ്റെ ബർത്ത്ഡേ. എൻ്റെ പൊന്നിനെ ഫ്രണ്ടിലോട്ട് വാ പൊന്നെ. ആ വന്നു പപ്പ, ഒരു മിനിറ്റ് വാ പപ്പ. അയ്യടാ പപ്പ എന്താ വന്നു. അപ്പുറത്തില്ലെങ്കിൽ സാരമില്ല. ആ സനു പോയോ? പോട്ടെ. ഓക്കെ. സിയമോളും സനുവും ഈ ബീഫ് ഒന്നും കഴിക്കത്തില്ല. അവർക്ക് ചിക്കൻ ഓർഡർ ചെയ്തേ. ആ ബീഫ്, അത് തന്നെ ബീഫിന്റെ. അവിടെ ചെന്നപ്പോഴേക്കും നമ്മുടെ സിയമോള് വീഡിയോഗ്രാഫറായി. നമ്മുടെ
ഇതാണ് നമ്മുടെ അങ്ങോട്ട് കോരി എടുത്തോ. ആ പപ്പായും മക്കളും ഒക്കെ അങ്ങോട്ട് എടുക്കൂ. ഉമ്മമോളെ ചേച്ചിക്ക് പാത്രം അങ്ങോട്ട്, നീ അങ്ങോട്ട് വെള്ളം പൊടി. ആ കുഴപ്പം. എൻ്റെ മക്കൾക്ക്, എൻ്റെ മോന് ഇച്ചിരി ചോറിട്ട് കൊടുത്തേ ശാലു, എൻ്റെ പൊന്നുമോന്. ഉമ്മ എങ്ങനെ ഉണ്ടടാ? സൂപ്പറാ. ചോറ് ഇതാ വന്നോണ്ടേ ഇരിക്കുകയാണ്. പിള്ളേർക്ക് ചിക്കനാണ് വാങ്ങിച്ചത്. എന്തേ സനൂപ്പ? ഷനൂപ്പ ഐസ്ക്രീം തന്നെയാണോടി? അയ്യോ എനിക്ക് വയ്യ, ചോക്ലേറ്റും പിസ്തായും വാനിലയും എല്ലാം കൂടെ മിക്സ് ചെയ്തവന്. ഷർട്ടിലാവത്തില്ല, അവന്ന് ആവട്ടെ കഴുകാം. സിയ അത് തീരെ അങ്ങ് വെള്ളമാകാതെ അങ്ങ് കുടിക്ക്. കൊള്ളത്തില്ലേ? ശലമ്മ ഹാപ്പി ബർത്ത്ഡേ ടു യു. എനിക്കൊരു ഉമ്മ തരാൻ പറ്റുന്നില്ല. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഒരു വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് 1 മാസം ഞാൻ അനുഭവിച്ചു കേട്ടോ. ഒറ്റ മാസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിക്കൊണ്ട് നടന്ന് ബ്രീച്ചായിരുന്നു. തല എൻ്റെ നെഞ്ചിനകത്തോട്ട് കൊണ്ടിരിക്കുക. ഒരു കൈ വെച്ചിട്ട് എൻ്റെ വാരിയലിൻ്റെ ഭാഗത്ത് ഇങ്ങനെ പിടിച്ചിരിക്കുക. സിസേറിയന് പറഞ്ഞിട്ട് ഞാൻ സമ്മതിക്കാതെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഒറ്റ മാസം ഞാൻ നടന്ന് നോവ് കിട്ടുന്ന സമയത്ത് കുഞ്ഞിങ്ങനെ തല ഇങ്ങനെ തിരിഞ്ഞ് എനിക്ക് തൊടാം, വയറിൻ്റെ നെഞ്ചിനോട് ചേർന്നായിരുന്നു. അവസാനം ഞാൻ ഒരുപാട് പാടുപെട്ട് എന്നെ ഇത്രയും കഷ്ടപ്പെടുത്തിയിട്ട് സിസേറിയനെല്ലാം ഒരുക്കി സ്ട്രക്ചറൊക്കെ കയറ്റുന്ന സമയത്ത് ഞാൻ ഡോക്ടറുടെ കോട്ടയിൽ കയറി പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഡോക്ടറെ എന്നെ സിസേറിയൻ ചെയ്യല്ലേ ഡോക്ടറെ, എൻ്റെ വയറ് കീറല്ലേ എന്ന് പറഞ്ഞ് കാല് പിടിച്ച് കരഞ്ഞു. അവസാനം ഡോക്ടർ പറഞ്ഞു, ഞാനൊരൊറ്റ അവസരം കൂടെ തരാം, മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് പോലെയാണ് അവസാനം ഞാൻ എൻ്റെ മോളെ പ്രസവിക്കുമായിരുന്നു. സിസേറിയൻ ചെയ്തില്ല. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയതാണ് ഈ റോസാപ്പൂവിന്. ഒരു റോസാപ്പൂവായിരുന്നു വെറ്റിപ്പുറത്തോട്ട് തന്നപ്പോൾ. അവർ മക്കളെ കൊണ്ട് നിർത്തി ഫോട്ടോ എടുക്കുവാണ് അവർ. ആ പെണ്ണിനെ അങ്ങ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മിസോറാമാണ് അതിൻ്റെ സ്ഥലം. സനുവിനെ സിയായെ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ചെള്ളക്കൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് പറയും, എന്താ തൊലി സ്കിന്നൊക്കെ എത്ര സോഫ്റ്റ് ആണെന്നൊക്കെ പറയുന്നു. കേക്ക് മുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇരുത്തി ഒരു വീഡിയോ നോക്കട്ടെ. ശാലുകുട്ടൻ അറിയാതെ ഞങ്ങൾ ഓർഡർ ചെയ്ത കേക്ക് ഇതാ കൊണ്ടുവന്നു. അൻസർമോൻ കൊടുത്തുവിട്ട കേക്ക് ഞങ്ങൾ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. അത് പിന്നീട് മുറിക്കാം. അമ്മ എന്തൊക്കെയോ രാവിലെ പറഞ്ഞു, മനസ്സിലായില്ല. മോൻ വരട്ടെന്നാ പറഞ്ഞത്. നമ്മുടെ കേക്ക് അപ്പുറത്തെ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിരിക്കുന്നു. അമ്മച്ചി വരണം, പള്ളിയിൽ പോയി. അത് അമ്മച്ചി പോയേക്കും, അവര് വന്നിട്ട് അത് എടുക്കാൻ പറ്റും നമുക്ക്. അപ്പൊ ഉമ്മച്ചേച്ചി ഉണ്ട്, ഉമ്മച്ചേച്ചിക്ക് അങ്ങ് പോണേ. അപ്പൊ ഇത് മുറിച്ച് ഇച്ചിരി കൊടുത്ത് ചേച്ചിക്ക് വിടാനും. ഓക്കെ
കട്ടിയട്ടെ സൂപ്പർ അല്ലടാ നമ്മൾ പായസം ഒന്നും ചോദിക്കരുത് അല്ലേ എന്തായാലും നിങ്ങളെ കണ്ടില്ല നിങ്ങൾ കെട്ടിയപ്പോ എനിക്ക് എത്ര വയസ്സുണ്ടെന്ന് ഓർമ്മയില്ലേ അത്രയും തന്നെ വായോ എല്ലാരും വായോ ഫാനൊക്കെ നിർത്തിയാണ് ഫാനൊക്കെ നിർത്തണം അതല്ല മേളത്തെ ഫാനൊക്കെ നിർത്താൻ അത് കേക്ക് കൊള്ളാമോ ഇതൊന്ന് മുറിക്ക് പാടാ ഉമ്മയമ്മ ഇത് പിടിച്ചോ ഊതുവാണേ അതെന്നാ ഊതട്ടെ കാണാമോ ഊതട്ടെ എനിക്ക് നിന്നെ കാണത്തില്ല ഞങ്ങളെല്ലാരും കൂടെ പിടിക്കുക ഉമ്മ ചേച്ചി കൂടെ പിടിച്ചോ ഇല്ല ഞങ്ങൾ ഉമ്മ കാണിച്ചതാ ഒരിച്ചിരി തിന്നു ഞാൻ ഈ കൊച്ചെന്താ എനിക്ക് എന്റെ മൂക്ക് കൊടുക്കട്ടെ കുട്ടി അത് കേട്ടാ ആ ആ പപ്പായ്ക്ക് കൊടുക്കട്ടെ പപ്പായ്ക്ക് കൊടുക്കട്ടെ എന്ന് അയ്യോ പപ്പായ്ക്ക് കൊടുക്കാൻ എടുത്തു അമോനം കഴിച്ചോ അത് നല്ല കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് തേങ്ങാപ്പാലാന്ന് തോന്നുന്നു എന്റെ അത് കേട്ടോ തേങ്ങയും തേങ്ങാപ്പാലും നന്നായി കേട്ടോ മോനെ മതിയോ തനുവിന് മതിയോ ആ ഓക്കെ നമ്മൾ കഴിക്കാം ആണോ ഞങ്ങളെല്ലാം അങ്ങോട്ട് കൊണ്ട് കൊടുത്തു കഴിഞ്ഞു കാണാവോ കാണാവോ ഞങ്ങൾ രണ്ടു എല്ലാവരും ഇരിക്കുന്നതാണോ പപ്പ എന്നോട് നീങ്ങിയില്ലേ നട്സ് നിറച്ച് നട്സ് അത് അവരെന്നോട് പറഞ്ഞു സാധാരണ കേക്കല്ല ഇത് സൂപ്പർ കേക്ക് നിങ്ങള് റെഡ് വെൽവെറ്റും അതും ഇതുമൊക്കെ അല്ലേ കഴിച്ചിട്ടുള്ളത് ഇതാണ് കഴിക്കേണ്ട കേക്ക് എന്ന് ഒന്ന് മിണ്ടാതിരിക്കും ഉമ്മയ്ക്ക് വാടി അതെ ഉമ്മ ചേച്ചി അങ്ങോട്ട് ഇരിക്കവിടെ ഇരിക്ക എല്ലാരും ഇരിക്ക ആ ഓക്കെ കൊള്ളാം സനന്റെ സോങ്സ് നടക്കുന്നു ഒരു പീസ് കഴിക്കാം അണ്ണാ ഇതിൽ വെച്ചിട്ട് എന്റെ പൊന്നുമോളോ ഉമ്മയുടെ പൊന്നല്ലേ ഈ ലൈറ്റും കൂടെ ഇട്ട വെട്ടം കിട്ടത്തില്ല നമുക്ക് അതിന്റെ അകത്തുള്ള വെട്ടം ഇന്നടി വെച്ചിട്ട് വേണ്ട സൂപ്പർ കേക്ക് സൂപ്പർ കേക്ക് ആ വരുവാ ഓക്കെ വയ്ക്കോ ഓ മോനെ ഉമയമ്മ പോവുക ഓട്ടോയ്ക്ക് പോ അൻസർ മോന് സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു വിട്ടില്ലേ അതിൻ്റെ അകത്ത് ഒരു കേക്ക് ഉണ്ടായിരുന്നേ അപ്പം അത് നമ്മൾ പൊട്ടിച്ചില്ല പൊട്ടിക്കുവാണേ ശാരമ്മ പപ്പ എങ്ങോട്ട് പോയില്ല ഇപ്പം അത് സാരമില്ല ഓ ഹൃദയം ഇഞ്ഞ് കൊടുത്തു വിട്ടേക്ക് വന്നു അൻസർ മോൻ്റെ ഹൃദയം ഇഞ്ഞ് കൊടുത്തു വിട്ടോ വയ്യ
വേണ്ട, നിന്റെ പപ്പാടെ ഹൃദയം വേണ്ട, മമ്മാക്ക് ഇനി കൊടുത്തു വിട്ട്. ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഷാലൂസ്. ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഷാലൂസ്. ഷാലൂസിന്റെ അൻസർമോൻ. അൻസർമോന്റെ ഷാലൂസ്. അതെ, അൻസർമോന്റെ ഷാലൂസ്. ഷാലുവിന്റെ ഡ്രസ്സിന്റെ അതേ കളറ്. അൻസർമോനെ, അൻസർമോനെ, അൻസർമോൻ ഹൃദയം വെഞ്ഞ് ഷാലു എന്നെ കാണണ്ട, ഷാലൂസിന് വേണ്ടി ഹൃദയം വെഞ്ഞ് കൊടുത്തു വിടുവായിരുന്നോ? അൻസർമോന്റെ ഹൃദയം വെഞ്ഞ് കൊടുത്തു വിടുവായിരുന്നോ? ആയിരുന്നോ? അല്ല, ഞാൻ പറയും അതാ കറക്റ്റ് അവിടെ ഡ്രസ്സിന്റെ അതേ കളറ്. മക്കള് രണ്ടുപേരും വിവാഹിതരായി പോകുന്നത് വരെയും ഓരോ ബർത്ത്ഡേയും രണ്ടുപേരുടേതും എല്ലാവരെയും വിളിച്ച് ബിരിയാണിയൊക്കെ വെച്ച് പായസവും വെച്ച് കേക്കും ഒക്കെ മുറിച്ച് എല്ലാം ഒരു കല്യാണം പോലെ എല്ലാവരുമായിട്ട് കൂടിയാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. എനിക്ക് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. നല്ല രുചിയുണ്ട് കേട്ടോ. ഇതും കൊള്ളാം കേട്ടോ മോളെ, നല്ല അടിപൊളി കേൾക്കാം, നല്ല കേൾക്കാം. രുചി വെച്ചിട്ടൊന്നും കഴിക്കണ്ട. ഒരു പാത്രത്തിലോട്ട് വെച്ച് തരട്ടെ അമ്മീ? ക്രീം അവനങ്ങ് തീർത്തിയാടി. ബിസിനസ് ടാബ് കാണണം, അത് തന്നെ. സിയതോ അത് പോയി കഴിക്കും തന്നെ. അതെയോ? അപ്പം നമ്മുടെ ശാലുമോക്ക് ഗിഫ്റ്റ് കിട്ടിയ മോതിരം എന്താ? ഇതാണ്. നേരത്തെ മോതിരം ഒഞ്ഞു കൊടുത്ത് വിട്ടിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പം മോതിരവും കൂടി നമുക്കൊന്ന് കാണാം. ഇത്രയും കണ്ടപ്പോൾ നമുക്ക് മോതിരവും കൂടി ഒന്ന് കാണുന്നതല്ലോ അല്ലേ? ഇട്ടില്ലടി മോളെ, വിരലിന് ഇട വേണ്ട, എല്ലാ വിരലിലും ഫില്ല. എല്ലാ വിരലിലും ഫില്ല. റുക്കുവാണ് ശാലുവിനെ വിളിച്ചോണ്ടിരിക്കുന്നത്. ഏതു നേരവും രണ്ടുപേരും ഇത് തന്നെയാണ്. അതി കയറത്തില്ല. ആ വരല്ലേ, കയറത്തില്ല. ഒരെണ്ണം ഊരിയെ ചെങ്ങോട്ടിട്ട് അങ്ങനെ പൊട്ടത്തില്ല. ഇപ്പൊ തൽക്കാലം അങ്ങനെ ഇട്. വാവ്, അടിപൊളിയായിട്ടുണ്ടേ, കിടുവായിട്ടുണ്ടേ. ആ ടാഗ് കത്രിക്കും കട്ട് ചെയ്തുകളാ. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.